ശ്രീ PN ഗോപികൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ എഴുത്തുകാരനാണ്. കവി, ചരിത്രകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അഡ്വക്കേറ്റ് PM ആതിര, നിയമവിദഗ്ധ, പ്രഭാഷക എന്നീ നിലകളിൽ ശ്രദ്ധേയയാണ്. അഡ്വക്കേറ്റ് PM ആതിര, രണ്ടുപേരെയും സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിപാടി തുടങ്ങാനൊരു സ്വല്പം വൈകിയതിന് ഞങ്ങളും ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് സംഭാഷണത്തിനായി ലഭിച്ചിരിക്കുന്ന സുഹൃത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കവിത എഴുതുന്ന കാലത്ത്, അദ്ദേഹം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് ജീവിക്കാനും സാമൂഹ്യ പ്രവർത്തനം നടത്താനും അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് PN ഗോപികൃഷ്ണനെ ഞങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ ഒരാളുമായി സംഭാഷണത്തിന് അവസരം ലഭിച്ചതിനുള്ള സ്നേഹം ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് എത്തണം എന്നൊക്കെയുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചെറിയ ആശങ്കകളുണ്ട്. എന്നാൽ പോലും നമുക്ക് വലിയ സാങ്കേതികത്വങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്വാഭാവിക സംഭാഷണത്തിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാലങ്ങളായിട്ട് സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ ചർച്ചയാണ് ഈ കലയ്ക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ. സാഹിത്യം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾക്കെതിരായ പ്രതിരോധം ആയിരിക്കേണ്ടതുണ്ടോ, അതെങ്ങനെ വേണ്ടതില്ല എന്നും അതുണ്ടാക്കണമെന്നുമുള്ള വാദങ്ങൾ പല തലങ്ങളിൽ പതിറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. ഗാന്ധിയെ മുതൽ വ്യത്യസ്ത വ്യക്തികളെയും ചരിത്ര സന്ദർഭങ്ങളെയും എഴുത്തിൽ രാഷ്ട്രീയമായ വ്യക്തതയിൽ വർത്തമാനകാലത്തെ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി ഉപയോഗിച്ച ഒരാളെന്നുള്ള നിലയിൽ കവിതയിലും എഴുത്തിലും PNG അതിനെങ്ങനെയാണ് കാണുന്നത്? ആദ്യമേ ഈ സെഷൻ വൈകിയതിൽ ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. ആതിര വളരെ നേരത്തെ എത്തിയതാണ്. ഞാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇവിടെ എത്താൻ വൈകിയതാണ്. അതിന് നിങ്ങളോട് എൻ്റെ ഹൃദയംഗമമായി ക്ഷമ ചോദിച്ചുകൊള്ളുന്നു. രണ്ടാമത്, ഈ സംഭാഷണം എനിക്ക് വളരെ കൗതുകപൂർവ്വമാണ് ഞാൻ കാണുന്നത്. കാരണം സാധാരണയായിട്ട് ലിറ്റററി ഫെസ്റ്റിവലിൽ ഈ ലിറ്ററേച്ചറുമായി അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. ഇത് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ, മണ്ഡലങ്ങൾ വെള്ളം കിടക്കാത്ത അറകളൊന്നുമല്ല, എങ്കിൽ പോലും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിനപ്പുറത്തേക്ക് ഇതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. ആതിര ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കലയ്ക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ എന്ന് പറയുന്ന ഒരു പഴയ ചോദ്യമാണ്. അത് യഥാർത്ഥത്തിൽ അത് പല കാലങ്ങളിൽ നിരന്തരം ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഞാനതിനെ മറ്റൊരു മട്ടിലാണ് കാണുന്നത്. നമ്മളൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു വീണ മനുഷ്യരാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് സമൂഹവും ഞാനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഞാനും എൻ്റെ രാജ്യത്തിലെ മറ്റ് പൗരകളായിട്ടുള്ള ബന്ധം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഭരണഘടനയ്ക്കുള്ളിൽ ജനാധിപത്യം എന്നതിനെ നിർവചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയ്ക്കുള്ളിലെ നിർവചനം മാത്രമല്ല, ഭരണഘടനാ അസംബ്ലിയുടെ പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭരണഘടന സമർപ്പിക്കുന്ന വേളയിൽ ഡോക്ടർ അംബേദ്കർ ഒരു പ്രധാന കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അന്തിമ പ്രസംഗത്തിലാണിത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല. രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്ന 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കാർ ജയിക്കും, അവർ ഗവൺമെൻറ് ഉണ്ടാക്കും, അതിലൊരാൾ മുഖ്യസ്ഥാനത്തെത്തും എന്നൊക്കെ പറയുന്ന അതിൻ്റെ സാങ്കേതികതയാണ്.
ഇതാണ് ജനാധിപത്യം എന്ന് ഭാവിയിൽ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ജനാധിപത്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സാങ്കേതിക ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരാശയം ഈ രാഷ്ട്രീയ ജനാധിപത്യത്തിനൊപ്പം കൂട്ടിവെച്ചില്ലെങ്കിൽ ജനാധിപത്യം കെട്ടുപോകും. സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങൾ നിലനിന്നില്ലെങ്കിൽ ആ സമൂഹം കെട്ടുപോകും, ആ സമൂഹത്തിലെ ജനാധിപത്യ പ്രക്രിയ കെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് തകരാറ് പറ്റാതെ ജാഗരൂകരായി ഇരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കലാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സൊസൈറ്റി അല്ലാന്ന് നിങ്ങൾക്കും എനിക്കും ആദരിക്കും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയും സമത്വത്തെ പറ്റിയും സാഹോദര്യത്തെ പറ്റിയൊക്കെയുള്ള ആശയങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പുതിയ പ്രിവിലേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറേ ആൾക്കാർ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ പൗരന്മാർക്കും പൗരകൾക്കുമൊക്കെ ജനാധിപത്യം സംരക്ഷിക്കാൻ ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഇടത്ത് സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരി എന്നതിനൊരു റോളുണ്ട് അവിടെ. അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സാമൂഹ്യ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള റോള് എഴുത്തുകാർക്ക് ഉണ്ട്. അതാണ് ഒരു പക്ഷേ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ എന്നെ തന്നെ പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ആ തരത്തിലാണ്. ആ തരത്തിൽ ഒരു സൊസൈറ്റിക്കുള്ളിൽ, ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിക്കുള്ളിൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാവുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ എന്ന നിലയ്ക്കാണ് എൻ്റെ സാമൂഹ്യ വ്യക്തിത്വം എഴുത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് പറയാം. ഈ കവിതകൾ വർത്തമാനകാല ഇന്ത്യൻ ഭരണകൂടത്തോട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തോട്, ഗാന്ധി അടക്കമുള്ള രൂപങ്ങളിലൂടെയും കവിതയല്ലാതെ തന്നെ ലേഖനങ്ങളും ഒരർത്ഥത്തിൽ ശരിക്കും സമരം ചെയ്യുന്ന ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് നമുക്ക് വായിക്കുമ്പം തോന്നാറുണ്ട്. നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നവരായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വായിക്കുന്നു. അങ്ങനെയല്ല, അത് കുറച്ചുകൂടി അതിന് അത്തരം ആഴങ്ങൾ ഇതിനൊക്കെ തോന്നാറുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സമര കവിതകളൊക്കെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ലാതെയും രാഷ്ട്രീയം പറയുന്നവയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങമ്പുഴയുടെയും വൈലോപ്പള്ളിയുടെയും ഇടശ്ശേരിയുടെയും വയലാറിൻ്റെയും ONV-യുടെയൊക്കെ വരികൾ പല സമരങ്ങൾക്കകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടും ഇപ്പോൾ ക്യാമ്പസുകളൊക്കെ നോക്കുന്ന സമയത്ത് വിവിധ ഭാഷകളിലെ വിവിധ രാജ്യങ്ങളിലെ സമര കവിതകൾ ചുമരെഴുത്തുകളായും സമരമുദ്രാവാക്യങ്ങളായും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പല ക്യാമ്പസുകളിൽ ഇപ്പം എന്തെങ്കിലും കോളേജ് യൂണിയൻ്റെ പരിപാടികളിലെല്ലാം നമ്മൾ ക്ഷണിക്കപ്പെട്ട് പോകുന്ന സമയത്ത് ഇപ്പം കാണുന്ന അങ്ങനെ ഉള്ള പല കവിതകൾ PNGയുടെ കവിതകൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സമീപകാല ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് അതിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ PNGയുടെ ഓർമ്മകൾക്കകത്ത് ഈ പഠനകാലത്തും ഇപ്പോഴുള്ള എഴുത്തിലേക്ക് അത്തരം സ്വാധീനങ്ങൾ, കവിതകളുടെ സ്വാധീനവും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ മലയാള കവിതകളുടെ സ്വാധീനം മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ലോകത്തെമ്പാടുമുള്ള ഞാൻ വായിച്ചിട്ടുള്ള വലിയ കവികൾ മുഴുവൻ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വാധീനം എന്ന് പറയുന്നത് കവിത ഒരു തുടർച്ചയാണ്. കവിത ഇപ്പം നമ്മൾ കവിത എഴുതി തുടങ്ങുന്ന കാലത്ത് കവിത എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് ബോധം ഉണ്ടായിട്ടൊന്നുമല്ല എഴുതി തുടങ്ങുന്നത്. ഏത് കലയിൽ ഏർപ്പെടുന്ന ആൾക്കാരും, ഇപ്പോൾ പാടി തുടങ്ങുന്ന ആളായാലും വരച്ചു തുടങ്ങുന്ന ആൾക്കാരായാലും, മനുഷ്യൻ്റെ തലച്ചോറിൽ ഭാവന എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഗ്നിറ്റീവ് ആയ ഒരു സംഗതി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഒരു പെൻസിൽ കൊടുത്താൽ അവർ പോയി ഒരു ചുമര് കണ്ടുപിടിച്ചിട്ട് എന്തൊക്കെയോ കുത്തി വരയ്ക്കും.
ആ കുത്തി വരയ്ക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ശാസിക്കുകയും നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയ ചുമരാണ്, അതിൽ പെയിൻ്റ് അടിച്ചത് നമ്മുടെ കാശ് കൊടുത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശാസിക്കാൻ തുടങ്ങും. ഈ ശാസനയാണ് കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ മനുഷ്യരും ആർട്ടിസ്റ്റുകളാണ്. ഈ ആർട്ട് ഇല്ലാതാവുന്ന, മനുഷ്യരിൽ നിന്ന് ഇല്ലാതാവുന്നത് ഈ ഘട്ടം തൊട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ സ്ഥലത്ത് ശാസനകളും ശിക്ഷണങ്ങളും വന്ന് ഈ വിജയൻ്റെ കഥയെ പറഞ്ഞ പോലെ മനുഷ്യർ കന്നുകാലികളായിട്ട് തീരുന്നൊരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ കോഗ്നിറ്റീവായിട്ട് ഉള്ള മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കവിത എഴുതി തുടങ്ങുന്നത് വളരെ സഹജവും സ്വാഭാവികവുമായിട്ടുള്ള ഈ പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കവിത എന്ന് പറയുന്നത് ഒരുപാട് പാരമ്പര്യമുള്ള, ഒരുപാട് 10,000 വർഷത്തെ ചരിത്രമുള്ളൊരു സാഹിത്യരൂപമാണ്. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യമില്ല. എലിയറ്റ് പറഞ്ഞ പോലെ എഡിസൺ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരാൾ വീട്ടിലിരുന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇതറിയാതെ വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അയാൾ എഡിസൺ കടന്നുപോയ എല്ലാ കഷ്ടപ്പാടിൽ കൂടിയും കടന്നു പോകും. ഇത് കഴിഞ്ഞിട്ട് ഈ ബൾബുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ ലോകം മുഴുവൻ വിളിച്ചാണ്. അപ്പം അത് വ്യർത്ഥമായിപ്പോവും. ഇതേപോലെയാണ് കവിത ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ കവിത എഴുതുന്നുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ മുൻ കവികളെ പരമാവധി അറിയാൻ ശ്രമിക്കണം. അവരെവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാലേ ഒരു പുതിയ കവിത നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പം മലയാളത്തിൽ ഉണ്ടായി വരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഈ ആവർത്തനാണ് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സംഗതി. പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ ഫ്യൂഡലായിട്ടുള്ള അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്, മറിച്ച് കവിത എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യശാഖ അവശേഷിപ്പിച്ചു പോയ കാര്യത്തിനെ മറ്റൊരു വാക്കില്ലാത്തത് കൊണ്ട് ആ പഴയ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ ഇതിനെ ആവർത്തിക്കുന്നതാണ്. ഇപ്പം ചങ്ങമ്പുഴ എഴുതിയ പോലെ എഴുതേണ്ട കാര്യമില്ല. ചങ്ങമ്പുഴ എഴുതി കഴിഞ്ഞു. അത് കുമാരനാശാനെ പോലെ എഴുതേണ്ട കാര്യമില്ല, കുമാരനാശാൻ എഴുതി കഴിഞ്ഞു. പക്ഷെ അവർ തന്നിട്ടുള്ളൊരു മൂല്യമുണ്ട് നമുക്ക്. അവർ സമൂഹത്തെയും സംസ്കാരത്തെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തന്നിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്ന് പറഞ്ഞാൽ കവിതയിൽ നമ്മൾ പാരമ്പര്യത്തെ സാംശീകരിക്കേണ്ടത് ആവർത്തിച്ചിട്ടല്ല, പകരം ആ ഊർജം ഉൾക്കൊണ്ടിട്ടാണ്. അപ്പോൾ ആ ഊർജം ഉൾക്കൊള്ളാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏത് കാലത്തും ഏത് തലമുറയ്ക്കും പുതിയ ആഖ്യാനങ്ങൾ വേണ്ടിവരും. പുതിയ ആഖ്യാനങ്ങൾക്ക് പുതിയ ഭാഷ വേണ്ടിവരും. അപ്പോൾ ഈ പുതിയ ആഖ്യാനത്തിൻ്റെ പുതിയ ഭാഷയിൽ ഈ പഴയ ഊർജം കൂടി, പഴയ മനുഷ്യർ തന്നിട്ടുള്ള ഊർജം കൂടി എടുത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് കവിത മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്നെ പറ്റിയുള്ള ഇപ്പം വിക്കിപീഡിയ തിരഞ്ഞാൽ ഉത്തരാധുനിക കവികളിൽ പ്രമുഖനാണെന്നൊക്കെ കാണാൻ പറ്റും. അത് ആരോ എഴുതി വച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഏതെങ്കിലും കള്ളിയിൽ പെടുത്തുക എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കാനൊക്കെ സുഖമാണ്, അല്ലെങ്കിൽ ആൾക്കാരോട് പരിചയപ്പെടുത്താനൊക്കെ സുഖമാണ്. പക്ഷെ ഒരു കവി അനുഭവിക്കുന്ന അന്തസംഘർഷം എന്ന് പറഞ്ഞാൽ ഇന്നിൻ്റെ അന്തസംഘർഷമാണ്. അതിനെ നേരിടുമ്പോൾ ഇന്നലത്തേതല്ലാത്ത രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കേണ്ടി വരും. അത് ഏത് കവിയും ഏത് കാലത്തും ചെയ്തിട്ടുള്ളതാണ്. അത് പുത്തനായിട്ടുള്ളൊരു പ്രവണതയല്ല. അതുകൊണ്ടാണ് കവിത എന്ന് പറയുന്നത്, ഇപ്പം കവിതയ്ക്ക് 10,000 വർഷത്തെ പഴക്കമുണ്ട്. പല ക്ലാസിക് കലകൾക്കും 10,000 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ കഥകളിക്കും കവിതയ്ക്കുമൊക്കെ പ്രായം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കവിതയ്ക്കായിരിക്കും കൂടുതൽ പ്രായം. പക്ഷെ കഥകളിയെ നമ്മൾ ക്ലാസിക് കല എന്ന് വിളിക്കുന്നു, കവിതയെ സമകാലീന കല എന്ന് വിളിക്കുന്നു. ഈ വ്യത്യാസം പ്രധാനപ്പെട്ടാണ്. കാരണം കഥകളിയിൽ നമുക്ക് വലിയ പരിഷ്കാരങ്ങളൊക്കെ പതുക്കെ വരും, പക്ഷെ വലിയ തരത്തിൽ ഒറ്റയടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കവിത ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഗദ്യമാവുന്നു, അതിൻ്റെ ഒരു ഭാവഗീത അംശം പോയി ഡ്രമാറ്റിക് ആവുന്നു. അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ അതിൽ ഓരോ കാലത്തും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാറുന്ന കലയാണ് കവിത. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഇടപാട് നമ്മൾ നടത്താൻ. അതുകൊണ്ട് വലിയ കവികളൊക്കെ വലിയ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാളത്തിലെയും പുറത്തെയും ഒക്കെ കവികൾ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വാധീനം അവരെ ആവർത്തിക്കുന്നതിലൂടെയല്ല, മറിച്ച് അതൊരു ഊർജമായി സ്വീകരിക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഈ മാറുന്ന കവിതയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ PNGയുടെ കവിതകളുടെ പേര് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള പേരുകളാണ്. ഇപ്പോൾ ഈ മടിയരുടെ മാനിഫെസ്റ്റോ തുടങ്ങി, ഇടിക്കാലൂരി പനമ്പട്ടടി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ, ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത്, ബിരിയാണി, മറ്റ് കവിതകളും, പ്രളയവാരിധി നടുവിൽ നാം, കവിത മാംസഭോജിയാണ്, ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല. ഈ മടിയരുടെ മാനിഫെസ്റ്റോയിൽ നിന്ന് ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ സ്വന്തം കവിതയിൽ വന്ന മാറ്റങ്ങളും കൂടി സ്വയം വിലയിരുത്താലോ. അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ മടിയരുടെ ഞാൻ കവിത എഴുതി, ഞാൻ മാത്രമല്ല എൻ്റെ തലമുറയിലെ ആളുകൾ കവിത എഴുതി തുടങ്ങുന്നത് ഒരു പക്ഷേ ഈ ഗ്ലോബലൈസേഷനൊക്കെ വരുന്ന കാലത്താണ്. 90കളിലാണ് ഈ കവിതാശ്രമങ്ങൾ തുടങ്ങുന്നത്. ആ കാലം മുതൽ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകം സിസ്റ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പെട്ടെന്ന് ചടുപിടുന്ന് അങ്ങനെ ഒരു വ്യക്തിത്വം ആർജിക്കാനാണ്. നിങ്ങൾക്ക് നിൽക്കാൻ നേരമില്ല, ഇരിക്കാൻ നേരമില്ല, എപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും ആളുകൾ. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരുതരം മോട്ടിവേഷൻ ക്ലാസ്സായിട്ട് ലോകം മുഴുവൻ മാറുകയാണ്, സമൂഹം മുഴുവൻ മാറുകയാണ്. ആ സമയത്ത് അതിനോടുള്ളൊരു പ്രതികരണം, അബോധത്തിലുള്ളൊരു പ്രതികരണമായിട്ടാണ് മടിയരുടെ മാനിഫെസ്റ്റോ വരുന്നത്. ഇവിടെ മുരളീവട്ടത്ത് ഇരിക്കുന്നുണ്ട് എൻ്റെ മുന്നിൽ. ഈ പ്രഖ്യാപിത നോൺ വർക്കിംഗ്, അതായത് പണിയൊന്നും ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഈ ലോകത്തിനെതിരെ. അപ്പോൾ ഞാൻ ഈ നഗരത്തിലൊക്കെ വരുമ്പോൾ, അന്ന് തൃശ്ശൂർ നഗരത്തിലൊക്കെ വരുമ്പോൾ ആളുകളിങ്ങനെ തിടുക്കം പിടിച്ച് പായുന്നു. ഓട്ടോറിക്ഷയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഇപ്പം ആസന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ലോകം ഇടിഞ്ഞൊളിഞ്ഞു വീഴും എന്നുള്ള തോന്നലാണ്. ആ സമയത്താണ് ഞാൻ മടി എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്താണ് മടി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ? മടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നിമിഷത്തിൽ അതിലും കൂടുതൽ ഇരിക്കുന്നതിനെയാണ് മടി എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ നിമിഷം ആസ്വദിച്ച് ഒരു പക്ഷേ ആ നിമിഷത്തിൻ്റെ ആ ദൈർഘ്യത്തെക്കാളും കൂടുതൽ അതിനെ ധ്യാനിച്ചിരിക്കുന്നതിനെയാണ് മടി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അതൊരു മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കവിതയ്ക്കും ആർട്ടിനും പിന്നിലുള്ള മെഡിറ്റേഷൻ ഇത് തന്നെയാണ്. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളിങ്ങനെ ധ്യാനിച്ച് ഇതൊക്കെ പറയുമ്പോൾ മെറ്റാഫിസിക്കലാണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ മാനുഷികമായിട്ടുള്ള കാര്യമാണ്. ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത്. ആലോചിച്ചാണ് കവിതയും ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളും ലോകത്തുണ്ടാവുന്നത്. അപ്പോൾ അതാണ് മടിയരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന അങ്ങനെ ആ ലോകത്തോടുള്ളൊരു എതിർപ്പാണ് ആ ടൈറ്റിലായിട്ട് തീരുന്നത്. ഇതുപോലെ ഓരോ ടൈറ്റിലും യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ്, അല്ലാതെ ഒരു ഫാഷന് വേണ്ടിയിട്ട് എഴുതുന്നതല്ല. എനിക്ക് ഈ ഫാഷൻ ലിറ്ററേച്ചറിനോട് എനിക്കിഷ്ടമല്ല. ഈ ഇൻറ്റീരിയർ ഡെക്കറേഷനാക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അത് ആർട്ടിലായാലും കവിതയിലായാലും കഥയിലായാലും ഒന്നും ഇഷ്ടമല്ല. അതിൽ നെരൂദ പറഞ്ഞതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവതാരിക തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് വായിച്ച് മുഷിക്കണം. ഈ പുസ്തകം കണ്ടാൽ ഇങ്ങനെ തൊട്ട് അതൊക്കെ വായിച്ച് മനുഷ്യരിങ്ങനെ മുഷിച്ച പുസ്തകമാണ് എനിക്കിഷ്ടം. എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ ദിവാകരൻ, ഒരു സുഹൃത്ത്, എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം അത് ആകെ മുഷിച്ച് വായിച്ച്, അപ്പം അതാണ് ഇഷ്ടപ്പെടുന്നത്. ഏത് കവിയും കവിത മുഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, മനുഷ്യരെ മുഷിപ്പിക്കണം അതിന്. അപ്പോൾ ആ തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. മാത്രമല്ല കവിതയൊക്കെ പറയുമ്പോഴേ ഈ കർത്തൃത്വം എന്ന് പറയുന്ന ആശയം ഒക്കെ ഒരർത്ഥത്തിൽ വലുതായിട്ട് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് അന്തരീക്ഷത്തിൽ പൊലിപ്പിക്കപ്പെടുന്നുണ്ട്. ഓരോ കവിതയും ഉണ്ടാകുന്നത് ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിന്നാണ്. ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കവിതയിലെ ഓരോ വാക്കും ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, അത് ലോകം ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അത് ഞാൻ പ്രത്യേക രീതിയിൽ എടുത്തു വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ കവിതയിലെ ഉടമസ്ഥത എന്ന് പറയുന്നത് പൂർണ്ണമായും അത് എഴുതുന്ന ഒരാൾക്ക് മാത്രമല്ല, അയാൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇക്വാളിറ്റി അതിൻ്റെ ഉള്ളിൽ നിലനിർത്തണം എന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് പോലെ ഇത് ഒരു ഉൽപ്പാദകനും ഉപഭോക്താക്കളും എന്നുള്ള നിലവിട്ട് കവിത അങ്ങനെ നിൽക്കില്ല. കവിതയ്ക്ക് അർത്ഥം ഉണ്ടാവണമെങ്കിൽ, പുസ്തകത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഒരാൾ തൊടണ്ടേ, അല്ലെങ്കിൽ അത് ശവപ്പെട്ടി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് തൊടുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സംഗീതം വരും. എനിക്ക് എപ്പോഴും പുസ്തകത്തെ പറ്റിയുള്ളൊരു വലിയ മെറ്റഫർ എന്ന് പറഞ്ഞാൽ അതൊരു സംഗീത ഉപകരണം പോലെയാണ്. വല്ല പിയാനോ, ഹാർമോണിയൊക്കെ പോലെയുള്ള ഒരു സംഗതിയാണ്. അതിലിങ്ങനെ തൊട്ട് ആൾക്കാർ തൊടുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ സംഗീതം ഉണ്ടാവുക.
അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയുന്ന ഒരു രീതിയിലാണ് പല കവിതയും ഞാൻ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഞാനാണ്. ഇപ്പോൾ എൻ്റെ കവിതയുടെ സ്ഥാനത്ത് വേറെ ആളെ പേര് കൊണ്ടുവച്ചാൽ ഞാൻ സമ്മതിക്കൊന്നുമില്ല, അത് വേറൊരു കഥ. പക്ഷേ ഏറ്റവും തൊട്ടടുത്തൊരു സുഹൃത്ത് എപ്പോഴും തൊട്ട് മുമ്പിലുണ്ടെന്ന് വിചാരിക്കും. അപ്പം ആ കാര്യമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം ചെല്ലും തോറും 90കളിൽ തുടങ്ങുമ്പോൾ ഇത്ര വെറുപ്പ് ലോകത്തുണ്ടായിരുന്നില്ല. 90കളിൽ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റേറ്റ് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള അകലം ഇത്ര, അല്ലെങ്കിൽ ആ ബന്ധത്തിലെ വിള്ളൽ ഇത്ര അഗാധമായിരുന്നില്ല. ഇപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പൊതുവെ പ്രസംഗിക്കാനൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് തീരുകയും മനുഷ്യബന്ധങ്ങളിൽ അത് വളരെ വേഗത്തിൽ വറ്റിപ്പോവുകയും ചെയ്യുന്നു. ആ വറ്റിപ്പോകുന്നത് വളരെ സ്വാഭാവിക പ്രക്രിയയിലൂടെയല്ല, മറിച്ച് നമ്മൾ കടന്നു പോകുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രക്രിയയിലൂടെയാണ്. ഞാൻ ആതിരയെ, ആതിരൻ്റെ അടുത്ത സുഹൃത്താണ്. ആതിര അടുത്ത സുഹൃത്താവുന്നത് ഒരർത്ഥത്തിൽ ആതിരയുടെ മണ്ഡലത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ടാണ്. ഇപ്പോൾ ആതിര ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ആതിര തന്നെ വ്യക്തമാക്കിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പറാണ്, ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും വൈരുദ്ധ്യാത്മകമായിരിക്കും. അതിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജെൻഡർ ഇഷ്യൂസിൽ താൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമാണത്തെ തൻ്റേതായ രീതിയിൽ വികസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം പാർട്ടിയുടെ ഒരു നോട്ടത്തിൽ എല്ലാവരും ഒന്നായിരിക്കും. പക്ഷെ നമ്മൾ ഒരു സൊസൈറ്റിക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് വ്യക്തികൾ തമ്മിൽ. അപ്പം അതിനെ ഞാൻ പരിചയപ്പെടുമ്പോഴും ഇപ്പോഴും എനിക്ക് അതിനോടുള്ള ബഹുമാനം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വലിയ തരത്തിൽ നമ്മുടെ കാലത്തെ ഒരു മനുഷ്യാവകാശത്തെ തൻ്റേതായ രീതിയിൽ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ വികസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ ഉടച്ചു പണിയേണ്ടി വരും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്നലത്തെ പോലെ ഒരു ഫ്യൂഡൽ സൊസൈറ്റിയെ പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് വരും. നമ്മിൽ തന്നെയുള്ള നമ്മുടെ ശത്രുവിനെ കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് ഈ രാഷ്ട്രീയത്തിലും സാമൂഹികതയിലും ആർട്ടിലും പൊതുപ്രവർത്തനത്തിലും കുടുംബത്തിനുള്ളിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ കോമൺ സെൻസ് മാറുക, പൊതുബോധം മാറുക. പൊതുബോധം മാറുന്നതാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. പൊതുബോധം മാറിയാലേ ലോകം മാറുള്ളൂ. അല്ലാതെ ലോകം മാറിയാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സാങ്കേതിക മാറ്റം മാത്രമായിരിക്കും. ആ സാങ്കേതിക മാറ്റം സംഭവിച്ച ലോകങ്ങൾ പലതും തകർന്നു പോയതിൻ്റെ കാരണം അതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാറ്റം സംഭവിക്കാതെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള മാറ്റത്തിലേക്ക് മനുഷ്യർ പോകുമ്പോൾ അത് അധികകാലം നിലനിൽക്കില്ല. അത് മറ്റൊരു യാന്ത്രികത ആയിട്ട് തീരുന്നു. അപ്പം നമ്മൾ എവിടെ പ്രവർത്തിക്കുമ്പോഴും, ഇപ്പോൾ ഒരാൾ കവിത എഴുതണമെന്നില്ല, രാഷ്ട്രീയത്തിൽ ആതിര പ്രവർത്തിക്കുമ്പോൾ ആതിരയുടെ സർഗാത്മകത പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സർഗാത്മകത പ്രവചിച്ച കവിത ഇല്ലെങ്കിൽ ലോകം കെട്ടുപോകും. ലോകത്ത് ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കവിത രാഷ്ട്രീയത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം യാന്ത്രികവും ഫാസിസ്റ്റൊക്കെ ആയിത്തീരും. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ നമുക്കൊരു മനുഷ്യത്വം നിറഞ്ഞ വാചകം പറയാൻ പറ്റാത്ത വിധം അധികാരികൾ മുഴുവൻ ഈ വലിയ തരത്തിലുള്ള യന്ത്രങ്ങളായിട്ട് തീരുന്നത് അതുകൊണ്ടാണ്. കവിത എല്ലായിടത്തും വേണം. കവിത എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളിലെ ഒരു ലൂബ്രിക്കേറ്റീവാണ്. അത് ഗ്രീസാണ് അല്ലെങ്കിൽ ഓയിലാണെന്ന് പറയാം. അതില്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും തകരാറിലായി പോകും. അപ്പോൾ അതറിഞ്ഞിട്ട് അല്ലെങ്കിലും ഇവരൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ഉള്ളിൽ കവിതയുള്ള മനുഷ്യരായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഉള്ളിൽ കവിതയുള്ള മനുഷ്യർ എന്നുള്ള പ്രയോഗമൊക്കെ PNGക്ക് മാത്രം പറ്റുന്ന ചില പ്രയോഗങ്ങളാണ് അതൊക്കെ. ഉള്ളിൽ കവിതയില്ലാത്തവർ യാന്ത്രികമായി പോകും എന്നുള്ളതും സത്യസന്ധമാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും
ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിലൊന്നും PN ഗോപികൃഷ്ണൻ്റെ കവിതകൾ വായിക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. വായിക്കാതെയും നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാം. ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കഥ ചിലപ്പോൾ വായിക്കാതിരിക്കാൻ 100 കാരണങ്ങൾ ഇന്നത്തെ ലോകത്തിനുണ്ട്. കവിത വായിക്കാതിരിക്കാൻ പ്രത്യേകിച്ച്. അതെ അതെ, ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കഥ ചിലപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ വായിച്ചു വന്നിരിക്കും. പക്ഷേ കവിതകൾ വായിക്കുന്നത് ഈ പറയുന്ന വിധം മറ്റൊരു ആംഗിളിൽ നിന്ന് ഈ ലോകത്തെ കാണാൻ നമുക്ക് കുറച്ചുകൂടി കരുത്ത് തരുന്നുണ്ട് അത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ കവിതകളായാലും പാട്ടുകളായാലും സിനിമകളായാലും എല്ലാം ആ നിലയ്ക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്. അപ്പോൾ ഈ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കഥ എഴുതുന്ന ഒരു PN ഗോപികൃഷ്ണൻ, ഈ പറയുന്ന വിധത്തിൽ വളരെ സർഗാത്മകമായിട്ടുള്ള കവിതകൾ എഴുതുന്ന മറ്റൊരു PN ഗോപികൃഷ്ണൻ, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് ചില സന്ദർഭങ്ങളിൽ തോന്നാറുണ്ട്. പക്ഷെ ചില കവിതകൾ, ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ സമയത്ത് വന്നിട്ടുള്ള കവിതകൾ, അതൊക്കെ ആ ദിവസത്തെ മുറിച്ച് കിടക്കാൻ നമ്മളെയൊക്കെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളൊക്കെ ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ഒരിക്കലും നമ്മൾ വിചാരിച്ചതേ ആയിരുന്നില്ല. അതിനുശേഷം അവിടെ ഭരണകൂടത്തിൻ്റെ തന്നെ സഹായത്തോടു കൂടി അമ്പലം പണിയുന്ന സമയത്ത് ഈ ദിവസത്തെ നിരാശയും ഇത്രയും കാലം നമ്മൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഇടയിലും ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ മതേതരത്വത്തെ, മതസൗഹാർദ്ദത്തെ, മതനിരപേക്ഷതയൊക്കെ ഇല്ലാതാക്കുന്നു എന്ന് കാണുന്ന സമയത്ത് എന്താണ് ഇനി മുന്നോട്ട് പോകാനൊരു ഊർജം എന്നന്വേഷിക്കുന്ന മനുഷ്യർക്ക് സത്യത്തിൽ ആ കവിതയൊക്കെ കൊടുത്തിട്ടുള്ള ഊർജം ചെറുതല്ല, അത്രയും നിരാശയിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതും ഈ രണ്ട് എഴുത്തുകൾക്കിടയിലുള്ള PN ഗോപികൃഷ്ണനെ കുറിച്ചാണ് എനിക്കും സദസ്സിനൊക്കെ കുറച്ചുകൂടി അറിയാൻ താല്പര്യമുള്ളത്. അത് പറയും മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ അക്കാദമികമായി പഠിച്ചതൊന്നും ചെയ്യാൻ അവസരം കിട്ടാത്ത ആളാണ്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, സയൻസാണ് പഠിച്ചത്. എന്നാൽ സയൻസിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയല്ല ചെയ്യുന്നത്, ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കവിതയും ഈ പറയുന്ന സാമൂഹ്യ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇരുണ്ട ദിവസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബാബറി മസ്ജിദ് തകർന്ന് 92 ഡിസംബർ 6 അതിൻ്റെ കാരണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുവരെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, അന്നത്തെ പൊതുവായിട്ട് ഞാൻ വളർന്ന എസംപുരത്തെ കൂട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ജാതിയും മതമൊന്നും ആ കാലത്ത് ഇല്ലായിരുന്നു എന്നൊന്നുമല്ല, അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷെ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം അതേ ആയിരുന്നില്ല. അപ്പോഴാണ് ഈ ബാബറി മസ്ജിദിൻ്റെ ഈ രഥയാത്ര ഉണ്ടാവുന്നു, ആ ബാബറി മസ്ജിദ് പിന്നീട് തകർന്നു വീഴുന്നു. ഇത് എൻ്റെ കൂട്ടത്തിലെ ഒരാൾ അപ്പം വളരെ പെട്ടെന്ന് ഒരു ഹിന്ദുത്വവാദിയായി മാറുന്ന തരത്തിൽ, മുസ്ലിങ്ങൾക്ക് ഇത് വേണം എന്ന് പറയുന്ന തരത്തിൽ സംസാരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു മുറിവ് മനസ്സിലുണ്ടാക്കുന്നുണ്ട്. ഈ മുറിവ് ആ കാലത്തെ കവിതകളിൽ കൂടിയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ കാലത്ത് എഴുതിയ കവിത അതൊന്നും പുസ്തകങ്ങളിലൊന്നും വന്നിട്ടില്ല, അത് അത്ര പൊട്ട കവിത ആയതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്. പക്ഷേ അതിൻ്റെ കൺസേൺ വലുതായിരുന്നു. രക്താഭിരാമം എന്ന് പറയുന്ന ഒരു കവിത എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ഈ രക്താഭിരാമം കവിതയിൽ ഒരു ബിംബം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതിൽ ഈ രാമൻ പള്ളിയിൽ ചെന്ന് വാങ്കു വിളിക്കുന്ന ഒരു രംഗം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇങ്ങനെയായിരുന്നു. ഞാൻ അതിനെ കണ്ടത് ഒരു സ്ട്രക്ചർ തകർക്കുന്നത് മാത്രമല്ല, സ്ട്രക്ചർ തകർത്ത് പ്രധാനമാണ്. നിങ്ങൾക്ക് ഒരു പാസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രക്ചർ തകർക്കാനുള്ള അധികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ടാണ്. പക്ഷെ ഞാൻ കണ്ടത്, എൻ്റെ അമ്മ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. എൻ്റെ മേലെ ഏറ്റവും അടുത്ത കൂട്ടുകാരി സൈനബ ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറാണ്. ടീച്ചറെ പറ്റി ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്, അത്തർ ചന്ദനമല്ല എന്നുള്ള പേരിൽ ടീച്ചറെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർക്ക് മുറിവ് പറ്റിയ പോലെയാണ് എനിക്കന്ന് രാത്രിയിൽ അനുഭവപ്പെടുന്നതെന്നാണ്. ഈ ടീച്ചറെ ആരോ വെട്ടിയ പോലത്തെ, ആ വെട്ടിയത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്ത ഒരാളാണെന്നുള്ള തോന്നലാണ് എന്നെ ആ ദിവസം നയിച്ചത്. ഇത് പിൽക്കാലത്ത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോയട്രി വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം അതാണ്.
ഈ ബാബ ഇപ്പം ഈ പള്ളി കവിതകൾ ഞാൻ എഴുതുന്നത് 4 കവിതകൾ അടുപ്പിച്ച്, ഞാൻ സാധാരണ ചുരുങ്ങിയത് 3 മാസം എടുക്കും ഒരു കവിത എഴുതാൻ. എൻ്റെ ഒരു പ്രോസസ്സ് അതാണ്. അതിൻ്റെ അർത്ഥം വേഗം എഴുതുന്ന കവിതയാണോ പതുക്കെ എഴുതുന്ന കവിതയാണോ നല്ലത് എന്നുള്ള കാര്യത്തില്ല. എനിക്ക് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ചുരുങ്ങിയത് ഒരു 3 മാസമൊക്കെ ഇരുന്നിട്ടാണ് ഒരു കവിത പൂർത്തിയാവും. പക്ഷേ ഈ കവിത എഴുതുന്നത് ഈ പറയുന്ന രാംലല്ലയുടെ ക്ഷേത്രം 2023 ജനുവരി 22 അവിടെ തുറക്കാൻ പോവാണ്. പ്രധാനമന്ത്രി മോദി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 21 രാത്രി ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിലാണ്. മാവേലി എക്സ്പ്രസ്സിന് ഏതോ ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി നാളെ ഈ 12 മണിക്ക് എന്താ സംഭവിക്കുക, എന്താണ് നമ്മൾ ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, എന്താണ് ഇന്ത്യൻ ജീവിതത്തിന് കൊടുക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ ഒരേ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു കൂട്ടം മനുഷ്യരെ ശത്രുക്കളായിട്ട് ഒരു ഭരണകൂടം തന്നെ പ്രഖ്യാപിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു സങ്കീർണത ഇങ്ങനെ വലയം ചെയ്തിട്ടാണ് അവിടെ ഇരുന്നിട്ടാണ് ആ ബർത്തിൽ ഇരുന്നിട്ട് എഴുതിയ കവിതയാണ് ഈ 1992 ഡിസംബർ 5 എന്ന് പറയുന്ന ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ തലേ ദിവസം ഈ പള്ളിയെ ചിത്രീകരിച്ചിട്ടുള്ള കവിത എഴുതുന്നത്. പിന്നെ തുടർച്ചയായിട്ട് ഇത് എഴുതിയിട്ടും ഈ പറയുന്ന പ്രശ്നം പോകുന്നില്ല, മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരു കറ പോലെ ഉരച്ച് കളയേണ്ട ഒരു സ്ഥിതി വരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ആ ദിവസങ്ങളിലാണ് തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്നുള്ള കവിത എഴുതുന്നു, ഇന്ത്യ ആസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്ന കവിത എഴുതുന്നു, എൻ്റെ അമ്മൂമ്മയെ എനിക്ക് ഓർമ്മ വരുന്നു, ഈ അമ്മൂമ്മ ഈ നാമം ചൊല്ലുമ്പോൾ വാങ്കുവിളി കേട്ടാൽ നാമം നിർത്തുമായിരുന്നു. ഇതെന്തായിരുന്നു ഈ പ്രോസ? ആരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല അതങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതല്ല. പക്ഷേ അതിലൊരു ആദരവുണ്ട്, പരസ്പരമുള്ള ആദരവുണ്ട്. ഈ ആദരവ് പിന്നീട് ഗാന്ധിയുടെ യാത്രയിൽ കാണുന്നുണ്ട്. ഞാൻ ഗാന്ധിയിൽ ഈ കവിത, ഈ രാഷ്ട്രീയത്തിൻ്റെ കവിത വരുമ്പോൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. നവഖലിയിൽ ഗാന്ധി നടക്കുമ്പോൾ, കൽക്കട്ടയിൽ ഗാന്ധി നടക്കുമ്പോൾ ഈ ആളുകൾ വെട്ടിക്കൊല്ലുന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരം. അപ്പോൾ ഗാന്ധി പറയുന്നത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരരെ പോലെയായ ഒരു കാലം ഉണ്ടായിരുന്നു, ഖിലാഫത്തിൻ്റെ കാലം, അല്ലെങ്കിൽ അതിനു മുമ്പ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം. ഈ കാലത്തൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലെ കഴിഞ്ഞിരുന്നു. അത് നിങ്ങൾ വീണ്ടെടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ബീഹാറിലെത്തിയപ്പോൾ, ബീഹാറിൽ ശരിക്കും പറഞ്ഞാൽ ജനോസൈഡാണ് നടന്നത്. മുസ്ലിങ്ങളെ മുഴുവൻ കൊല്ലുകയാണ് അന്ന് ഹിന്ദു മഹാസഭയും ഹിന്ദുത്വ ശക്തികളും ചെയ്തത്. അവിടെ എത്തിയപ്പോൾ അന്ന് ബാങ്കിപ്പൂർ മൈതാനത്തിൽ പ്രസംഗിക്കുമ്പോൾ ഗാന്ധി വേറൊരു തരത്തിൽ മാറുന്നുണ്ട്. ഗാന്ധി പറയുന്നു, മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹോദരരെ പോലല്ല, സഹോദരർ തന്നെയാണ്. അതൊരു കവിതയാണ്, അതൊരു വലിയ തരത്തിലുള്ള ഒരു ജമ്പിങ് ആണ്, ക്വാണ്ടം ജമ്പാണ്. ഇന്നലെ വരെ സഹോദരരെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ അവിടെ ബാങ്കിപ്പൂർ മൈതാനത്തിലെ പ്രസംഗത്തിൽ പറയുന്നു, സഹോദരരെ പോലെയല്ല, സഹോദരർ തന്നെയാണ്. ഇത് കവിത വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇത് തന്നെ ശ്രീനാരായണ ഗുരുവിൽ നമുക്ക് കാണാം. ശ്രീനാരായണ ഗുരു ജാതി നിർമ്മാർജ്ജനത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജാതി മാറ്റണം, ജാതി ഇല്ലാതാക്കണം. ജാതി ലക്ഷണവും ജാതി നിർണയം എന്ന് പറഞ്ഞാൽ 2 കവിത എഴുതുമ്പോൾ അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോവുകയാണ്. ജാതി ഇല്ല, ആണും പെണ്ണും ഉണ്ടെങ്കിൽ മനുഷ്യവംശം മുന്നോട്ട് പോവും. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാതാക്കണം എന്നല്ല പറയുന്നത്, ജാതി ഇല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച, ഇത് കവിതയിൽ നമുക്കിത് ചെയ്യാം. പക്ഷെ പുറത്ത് സംസാരിക്കുമ്പോൾ യുക്തിയുടെ ലോകത്തോട് സംസാരിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ, ഇന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ സവർക്കറെ പറ്റി പ്രസംഗിക്കുണ്ടായി. അപ്പോൾ സവർക്കർ ഒരു ഘട്ടം വരെ 10-15 കൊല്ലം ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സ്വാതന്ത്ര്യ സമര സേന, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സ്വാതന്ത്ര്യ സമരവും ബ്രിട്ടീഷ് വിരുദ്ധതയും 2 കാര്യങ്ങളായിട്ട് മനസ്സിലാക്കണം. ബ്രിട്ടീഷ് വിരുദ്ധത പല കാര്യങ്ങൾ കൊണ്ടുണ്ടാവും. പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് വിരുദ്ധനാവുന്നത് തൻ്റെ നികുതി പിരിക്കാനുള്ള അവകാശം എടുത്ത് മാറ്റുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്നു, സ്വാർത്ഥപരമായിട്ടുള്ളൊരു സംഗതിയാവുന്നു, അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരാവുന്നു. അതേസമയം സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിക്കൊണ്ടല്ല, നാടിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ വ്യത്യാസം പറഞ്ഞതിനെതിരെ എന്നൊരു കത്ത് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് സംസാരിക്കേണ്ട ഒരു ലോകം അവിടെ ഉണ്ട്. അവിടെ നമ്മൾ യുക്തി കൊണ്ട് മറുപടി പറയണം. അതുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ പോലെയുള്ള, ഞാൻ പഠിക്കാത്ത, ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചരിത്രം പഠിച്ചിട്ടേ ഇല്ല. ചെറുപ്പകാലത്താണെങ്കിൽ ചരിത്രമായിരുന്നു ഏറ്റവും ദേഷ്യമുള്ള സബ്ജക്റ്റ്. കാരണം ഒരു വൃത്തിയുള്ള ടീച്ചർമാർ ചരിത്രം പഠിപ്പിക്കാൻ നമുക്ക് 8ലും 9ലൊന്നും വരാറില്ല, അല്ലേ? കാണാപ്പാടം എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. ഇപ്പോൾ ഷെർഷയുടെ പരിഷ്കാരമായാലും അക്ബറുടെ പരിഷ്കാരമായാലും വഴിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു എന്ന് പറഞ്ഞ 1 മാർക്ക് കിട്ടും.
ഇതാണ് നമ്മുടെ ചരിത്ര പഠനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വളരെ വൈകിയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. കാരണം ഞാൻ കവിത എഴുതിയിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെറ്റാഫിസിക്കൽ കവിത എഴുതാൻ അപ്പോൾ പല പഴയ ആൾക്കാരെ പോലെ അങ്ങനെ ദൈവത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാനുള്ള ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വമൊക്കെ പോലും പലപ്പോഴും സംശയാസ്പദമായിട്ട് കാണുകയാണ്. അപ്പോൾ പകരം നമുക്ക് എന്താ ഉള്ളതെന്നുള്ള ചോദ്യമുണ്ട്. മതത്തിനുള്ള ഗുണം അതാണ്. ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ, അതൊരു ബലം തരും. അപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവർ പിന്നെ എവിടെ വിശ്വാസം ഉണ്ടാക്കും, എന്തിൽ വിശ്വാസം അർപ്പിക്കണം? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. നമ്മുടെ ചരിത്രമാണ് നമുക്ക് നല്ലതും ചീത്തയും വേർതിരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പോകേണ്ടി വരും. അപ്പോൾ യുക്തിയുടെ സ്ഥലത്ത് വർത്താനം പറയുമ്പോൾ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് അത്യാവശ്യമാണെന്ന് വരുന്നു. അത് കവിത പോലെ എഴുതിയാൽ കവിത വായിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ, അല്ലെങ്കിൽ കവിത ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂനപക്ഷത്തിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ കുറേയും കൂടി വിസ്തൃതമായൊരു പ്രതലം അന്വേഷിക്കേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥയിലേക്കൊക്കെ പോകുന്നത്. അതെ, ഞാനതാ വിചാരിച്ചത്. അതിലത്തെ പിന്നെ ഡിസംബർ 5 എന്നുള്ള കവിത, 6 എന്നുള്ള കവിത, അത് അന്നത്തെ ദിവസം എത്ര ആവർത്തി ഈ വരിയൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം അത്രയും രാത്രി ഉറങ്ങാൻ കിടന്നിടത്തുനിന്ന് വീണ്ടും ലൈറ്റ് ഇട്ടിട്ട് എടുത്ത് വായിച്ചിട്ടുള്ള ഒരു വരികളാണത്. പിറ്റേന്ന് ആദ്യം കയറി പറ്റിയ കർഭീകരർ ചുറ്റിക കൊണ്ട് ആ ശിരസ് ആഞ്ഞടിച്ചപ്പോൾ, മുഖത്ത് തെറിച്ച രക്തം സൂര്യരശ്മികൾ കൊണ്ട് തുടച്ചു കുടഞ്ഞപ്പോൾ, ആ കൊഴുത്ത അനീതി എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമുദ്രങ്ങളിലും തെറിച്ചു വീണു, എല്ലാ മേഘങ്ങളിലും എല്ലാ മഴകളിലും കൂടിക്കലർന്നു. ആ ചൂടിൽ പൊള്ളിയ മലയാളം കൊണ്ട് ഇന്ന് ഞാൻ പ്രാകട്ടെ. വെടിവെച്ചു വീഴ്ത്തിയ ഒരു പള്ളിയുടെ ഇറച്ചി പച്ചയ്ക്ക് തിന്നവരെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇറച്ചിയാണ് തിന്നതെന്ന് കണ്ടെത്തുന്ന ദിനം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ഇപ്പോൾ വായിക്കുമ്പോൾ പോലും നമുക്ക് എന്തൊരു ഇതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത്? ഈ പറയും വിധം പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ച് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ അവിടെ. അപ്പം നമ്മളൊക്കെ ദൈനംദിനം വ്യവഹരിക്കുന്നിടത്തൊക്കെ ഇതിനെ ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞാൽ അതിശക്തമായ 2 പക്ഷങ്ങളുള്ളിടത്തു നിന്നാണ് നമ്മൾ ഈ കവിതയുടെ വരികളെ മുറുകെ പിടിച്ചിട്ട് ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കവിതയുടെ വരികൾ മുറുകെ പിടിക്കേണ്ടി വരുന്ന ഒരു കാലം എന്നുള്ള നിലയ്ക്ക് ആ വരികൾക്കൊക്കെ എന്നും നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നത് നന്നാണ്. ഈ കുമാരനാശാൻ എഴുതിയിട്ടുള്ള അപ്പം ഞാൻ ആലോചിക്കുന്നു ഇതും അതൊക്കെ തമ്മിലുള്ളൊരു വ്യത്യസ്ത ഇതിനെക്കുറിച്ച്. അതിലാണ് ഇങ്ങനെ പറയുന്നത്, മറവി എന്നാൽ ദൂരമാണ്, പോന്ന കരയിലേക്കുള്ള തിരിച്ചു വിളിയാണ്. പക്ഷെ മടങ്ങി ചെല്ലുമ്പോൾ കര വേറെയാകില്ലേ, മടങ്ങുന്ന ആൾ തന്നെ മാറിയിരിക്കില്ലേ. മടങ്ങിച്ചെന്നപ്പോൾ ലോകത്തെ ഏറ്റവും ഭീതിതമായ ദൃശ്യമായി വാസവദത്ത ചിന്നി ചിതറി കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ, അവൾ പറഞ്ഞു. ഒറ്റയ്ക്കൊരു യുദ്ധക്കളമാണ് ഞാനെന്ന നരകത്തിയെ നേരിട്ടാൽ ഉപഗുപ്തനെന്ന പായൽക്കുളം വെന്ത് വറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വരികൾ ഈ കാലത്തെ പല രീതിയിൽ മുറിച്ച് കിടക്കാൻ നമ്മളെയൊക്കെ പല നിലക്ക് സഹായിച്ചിട്ടുള്ള വരികൾ തന്നെയാണ്. പിന്നെ ഈ കരുണ വായിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും കരുണ ഗംഭീരമായ കൃതിയാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തോന്നും. കാരണം ഇയാൾ സമയമായില്ല. അതിൽ വാസവദത്ത എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയുന്നു. ആൾക്കൊന്നുകിൽ ആണെന്ന് ഉത്തരം പറയാം, അല്ലെങ്കിൽ അല്ലാതെ ഉത്തരം പറയാം. പക്ഷേ സമയമായില്ല പോലും എന്നാണ് പറയുന്നത്. ഈ സമയമായില്ല പോലും ഇങ്ങനെ നീണ്ടുപോകുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം വെട്ടിക്കണ്ടിച്ചിട്ട ഒരു സ്ത്രീയാണ് വാസവദത്ത എന്ന് പറയുന്നത്. ജീവൻ ഇങ്ങനെ ഒരു നൂലിൽ നിൽക്കുകയാണ്. ഈ വെട്ടിക്കണ്ടിച്ചിട്ട മനുഷ്യ സ്ത്രീയുടെ അടുത്തേക്ക് ഇയാളുടെ ഒരു വരവെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു കണ്ണീര് പോലും ചൊരിയാതുള്ളൊരു വരവാണ്. ഒരു തത്വം പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഈ തത്വം പറയുന്നത് ഇങ്ങനെ ചിത്രീകരിക്കുന്നത് അത് എന്തിൻ്റെ പേരിലായാലും അത് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഞാൻ കുമാരനാശാൻ്റെ എന്ന് പറയുന്ന കവിതയിൽ ഉദ്ധരിക്കുക. അപ്പം ഇതിൽ വാസവദത്ത കുമാരനാശാനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്നാണ് കഥാപാത്രം പറയുന്നത്. നിങ്ങളുടെ എല്ലാ കടലും കുടിച്ചു പറ്റിക്കാൻ പോകുന്ന സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഉപഗുപ്തനാണ് യഥാർത്ഥത്തിൽ ദുർബല കഥാപാത്രം.
ഇവർക്ക് വലിയ സ്ട്രെങ്ത്താണ്. ഒരു കോസിന് വേണ്ടിയിട്ട് മരിക്കാതെ ഇങ്ങനെ കെടുക്കുകയാണ്. അത് ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വലുതല്ലേ. അപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ നമുക്ക് തോന്നുന്നത് ഈ കവിതാ രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ നൈതിക ബോധമല്ല ഇന്ന് ഉള്ളതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വിചാരിക്കുന്നത്. ഇനി ഞാൻ തിരിച്ച് ഇതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ ഒരു പ്രിവിലേജൊക്കെ എടുത്ത് ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, ചോദ്യം ചോദിക്കുന്ന ആൾ ഇങ്ങനെ ചോദിച്ചു. ഞാൻ തിരിച്ച് ചോദിക്കട്ടെ, നിങ്ങളെ ആതിരയെ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിർത്തുന്ന ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഒരുപക്ഷേ ഈ കവിതയെ കൂടുതൽ മനസ്സിലാക്കാൻ അത് ചിലപ്പം സഹായിച്ചേക്കാം. കാരണം ഇപ്പം പലരും പറയും രാഷ്ട്രീയം കരിയറിസ്റ്റിക് ആയിട്ടുള്ളൊരു മേഖലയായിട്ട് തീർന്നു. കാരണം അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ തരത്തിൽ പൊതുവേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവെ പൊളിറ്റിക്കൽ എന്ന് വിളിക്കപ്പെടുന്ന രംഗം മുഴുവൻ ഒരർത്ഥത്തിൽ പല പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് അതിരെപ്പോലെയുള്ള ഒരാളെ മുന്നോട്ട് നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചൊരു ദർശനം എന്താണെന്ന് അറിയുന്നത് ഒരുപക്ഷെ നമുക്കും നന്നായിരിക്കും തോന്നുന്നു. തിരിച്ചുള്ള ചോദ്യമൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. ഈ കാലത്തല്ല ഞാനെല്ലാം വളരെ ചെറിയൊരു പ്രായത്തിൽ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം, അതിനുശേഷം യുവജന പ്രസ്ഥാനം, ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം. ഇതൊക്കെ 18 വയസ്സിലാണ് ഒരാൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി കഴിയുന്ന പ്രായപരിധി. ആ സമയത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്കപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് നമുക്ക് പക്ഷപാതിത്വം പ്രഖ്യാപിക്കാനാവുക എന്നുള്ളത് ഒരു കലക്റ്റീവായിട്ട് ആലോചിക്കുമ്പോൾ, നമുക്ക് ഇൻഡിവിജ്വലി ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കവിത എഴുതിയാൽ മതിയാവും, പുസ്തകം എഴുതിയാൽ മതിയാവും. പക്ഷെ ഒരു കലക്റ്റീവായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, കലക്റ്റീവായിട്ടുള്ള ഇപ്പോൾ സിനിമകളിലൊക്കെ ഇത്തരം ഒറ്റയാൾ പട്ടാളങ്ങളുണ്ട്. പക്ഷേ ഇതിന് സാമൂഹ്യമായ മാറ്റത്തിന് സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയത്തോടു കൂടി ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ കാലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠമാണ്. അതിൽ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിലുള്ള ഭേദപ്പെട്ടൊരു വെപ്പൺ നമ്മൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ആയുധം എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയും സംഘടനാ പ്രവർത്തനത്തെയൊക്കെ ഞാൻ കാണുന്നത്. പിന്നെ ഒരു അഭിഭാഷക എന്നുള്ള രീതിയിൽ നമ്മളിടയിൽ ദിവസവും 100 പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് വ്യക്തിപരമായി നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി പറ്റുന്നതും നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റുന്നതും നിയമത്തിൻ്റെ വഴിക്ക് നടക്കും എന്നൊക്കെ പറയുന്നത് പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ്. കുറേ കൂടി ആഴത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ വളരെ കൃത്യമായ സാമൂഹ്യ മാറ്റം ആവശ്യമുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു ഇപ്പം ഇത്രയധികം ഗാർഹികാതിക്രമങ്ങൾ വർദ്ധിക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഇത്രയധികം മരണങ്ങൾ കേരളത്തിനകത്ത് നടക്കുന്നു. അതൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗാർഹികാതിക്രമ നിയമം 20 വർഷമായി അത് ശക്തിപ്പെടുത്തണം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അത് കുറച്ചുകൂടി ശക്തമായി നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് സമൂഹം സ്ത്രീയെ കാണുന്ന, ഇപ്പോൾ ഭരണഘടന പറയുന്ന തുല്യതയിലേക്ക് എത്താൻ ഭരണഘടന വന്നിട്ട് ഇത്രയും കാലമായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് സാധ്യമാക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വഴി മാത്രമേ സാധിക്കൂ. അത് ഒരു പൊതുപ്രശ്നമായിട്ട്, സ്ത്രീ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് പൊതുപ്രശ്നം എന്നുള്ള രീതിയിലേക്ക് അത് വികസിക്കേണ്ടതുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. തൊഴിലിടത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണല്ലോ ഇത്രയധികം പ്രശ്നങ്ങൾ ഒരു തൊഴിലിടത്ത് മാത്രം കേരളത്തിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. പോയ കാലത്തൊക്കെ അത്തരം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് ഏറ്റെടുത്തൊരു സമൂഹം കൂടിയാണ് കേരളത്തിൻ്റെ. അതിലാണ് നമ്മളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം പ്രോംപ്റ്റ് ചെയ്യാൻ EMS ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നടുവിലും എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് സ്ത്രീയെ അരങ്ങത്തേക്ക് എത്തിക്കലൊരു സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്തമായി കരുതിയിരുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കും വിധം ഞാൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് അതിനകത്ത് പരിശോധിക്കേണ്ടതാണ്. അതിനൊട്ടേറെ വിമർശിക്കേണ്ടുന്ന ഘടകങ്ങളുണ്ട്. വിമർശനം സ്വീകരിക്കുന്ന അവസ്ഥയിലാണ് അതൊക്കെ പല രീതിയിലും പ്രവർത്തിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും
ജീവിക്കുന്നൊരു കാലത്തോട് നീതി പുലർത്താൻ വേണ്ടി ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് അന്വേഷിക്കുമ്പം ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ പ്രൊഫഷൻ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിയാൽ അതിനെന്ത് ഒരു വലിയ കുറവുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്, ആത്മാർത്ഥമായി കരുതുന്ന ഒരാളാണ്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ഈ രാഷ്ട്രീയ കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമല്ലാത്തൊരിടം നമ്മുടെ ലോകത്ത് ഇന്നില്ല. കാരണം എന്ന് വെച്ചാൽ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിലെ ഇക്വാളിറ്റി എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത്, ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമായിത്തീരുന്നുണ്ട്. അല്ലെങ്കിൽ മനുഷ്യനും ഭൂമിയും തമ്മിൽ, ഇപ്പോൾ ഈ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കാൾ സാഗൻ്റെ പുസ്തകം ഇറങ്ങുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു നീല പൊട്ടായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കിലോമീറ്റർ, 4 ലക്ഷം മൈൽ ദൂരത്തു നിന്ന് വോയേജർ എന്ന് പറയുന്ന പേടകം എടുത്തൊരു ചിത്രമുണ്ട്, കാൾ സാഗൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഭൂമി എന്ന് പറഞ്ഞൊരു നീല പൊട്ടാണ് ഇത്ര മോളിൽ നിന്ന് നോക്കുമ്പോൾ. ആ നീലപ്പൊട്ട് നോക്കിയിട്ട് കാൾ സാഗൻ പറയുന്നു, നമ്മുടെ വീടാണത്, നമ്മുടെ വീടാണ് ആ കാണുന്നത്, ഈ വിളറിയ നീലപ്പൊട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും വൈരങ്ങളും ഒക്കെ നടക്കുന്ന അവിടെയാണ് ഒരു പിടി മണ്ണിന് വേണ്ടിയിട്ട് ആൾക്കാർ ചോര ഒഴുക്കിയത്. അവിടെയാണ് സംസ്കാരങ്ങൾ ഉയർത്തിയ ആൾക്കാരും ഉള്ളത്, തകർത്ത ആൾക്കാരും ഉള്ളത്. അപ്പോൾ ഈ അരങ്ങ് എന്ന് പറയുന്നത്, അപ്പം അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുമായി നമ്മുടെ ബന്ധം നോക്കുക എന്ന് പറയുമ്പോൾ അതും പൊളിറ്റിക്സാണ്. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധം, പ്രപഞ്ചമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഒരർത്ഥത്തിൽ അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് സ്വരൂപിക്കണമെങ്കിൽ, അത് അങ്ങനെ സ്വരൂപിക്കുമ്പോൾ അതിനെ പൊളിറ്റിക്കൽ എന്ന് വിളിക്കാം നമുക്ക്. ആ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, രാഷ്ട്രീയം ആണ് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ആഴത്തിൽ നമ്മളൊക്കെ ഈ കാലത്ത് രാഷ്ട്രീയ ജീവികളാണ്. അത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് കൂടി നമ്മുടെ കാലത്തെ പ്രത്യേകതയായിട്ട് തോന്നുന്നു. അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യം എന്തായാലും ഞാൻ ഈ PNG കവിതകളൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് മലയാളത്തിലായതുകൊണ്ട് മാത്രം ഇക്കാലത്ത് സംഭവിക്കുന്ന ഒന്നാണോ എന്ന് തോന്നാറുണ്ട്. കാരണം ഈ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനകത്താണ് കാശ്മീരിൽ 25 പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം നിരോധിച്ചത്. 370-ാം വകുപ്പ് പറഞ്ഞിട്ടും 335A വ്യവസ്ഥകൾ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ തെറ്റായ വിവരണവും വിഘടനവാദവും പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോകം അംഗീകരിക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിനകത്ത് നിരോധിച്ച് നിൽക്കുന്നൊരു കാലത്താണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത്തരം എഴുത്തുകൾ ഈ പറയുന്ന പോലെ എഴുത്തോ കഴുത്തോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരെ നീളാൻ സാധ്യതയുള്ള ഒരു സർഗാത്മക പ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഇന്ത്യയിലിരുന്ന് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അത് എത്രത്തോളം വെല്ലുവിളിയുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അത് ഈ 1930 ബെർലിൻ സർവകലാശാലയിൽ ഒരു പ്രത്യേക സംഭവം നടക്കുകയാണ്. അവിടുത്തെ കുട്ടികളൊക്കെ കൂടി ജാതിയായിട്ട്, അവിടുത്തെ കുട്ടികളും കുറേ അധ്യാപകരും ചേർന്ന് ജാതിയായിട്ട് ബെർലിനിലെ ഓപ്പറ സ്ക്വയറിൽ ചെന്ന് തീ കൂട്ടിയിട്ട് പുസ്തകങ്ങളിട്ട് കത്തിക്കുകയാണ്. ഏത് സർവകലാശാല പഠിക്കുന്ന കുട്ടികൾ അവിടുത്തെ പുസ്തകങ്ങൾ ഓരോരുത്തരെയും പേര് വായിച്ചിട്ടാണ് ഇങ്ങനെ ചുട്ട് എരിക്കുന്നത്. ആളുകൾ 15,000 വരുന്ന ആൾക്കൂട്ടം അത് നോക്കിയെന്ന് കൈയടിക്കുന്നു. ഇത് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നടന്നതാണ്. ഇത് അവിടെ നിന്നില്ല, മ്യൂണിച്ചിൽ ഇങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റി നഗരങ്ങളിലും ആവർത്തിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഉടനീളം ഇതുണ്ട്. അലക്സാണ്ട്രിയയിൽ വലിയ ലൈബ്രറിയാണ് കത്തിച്ച് കളയുന്നത്. ഈ കത്തിച്ച് കളയുന്ന ജൂലിയസ് സീസർ ഈ ഷിപ്പിന് തീ കൊളുത്തിയപ്പോൾ അത് പടർന്നാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കിയാലറിയാം ഓരോ മതവും അതിൻ്റെ ആധിപത്യം നേടുന്നതിനനുസരിച്ച് അന്ന് അലക്സാണ്ട്രിയയിൽ ലൈബ്രറി കത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള ചിന്ത കത്തിച്ച് കളയുക എന്ന് പറയുന്നത് പൊതുവേ ലോകത്തിങ്ങനെ തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ളതല്ലേ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് പറയുന്നത്. ബേസിക്കായിട്ട് അതിൻ്റെ അടിസ്ഥാനം ഒരു പുസ്തകം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിനോട് അതിൻ്റെ ഗ്രന്ഥകർത്താവിനോടുമുള്ള ദേഷ്യം അതൊന്നും അതിലപ്പുറം അത് കൊടുക്കുന്ന സൂചന എന്ന് പറയുന്നത് നിങ്ങൾ തലച്ചോറുള്ള ജീവികളാണെന്ന് നിങ്ങൾ ഒരിക്കലും ഓർക്കരുത്.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായാലും തലച്ചോറുള്ള ആളാണ്. അതുകൊണ്ടാണ് ഗ്രാംഷി 10-20 വർഷം തടവറയൊക്കെ എടുത്തിട്ട് ഇത് മുഴുവൻ എഴുതി കൂട്ടുന്നത്, സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ച് എഴുതി കൂട്ടുന്നത്. ഗലീലിയോ തിസീസ് എഴുതുന്നത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അപ്പം മനുഷ്യർ തലച്ചോറുണ്ടെന്ന് ഓർക്കാതിരിക്കാനുള്ള ഒരു ലോകമാണ് ഏറ്റവും ഭരണകർത്താക്കൾക്ക്, സ്വേച്ഛാധിപതികൾക്ക് നിലനിർത്താൻ കഴിയുന്ന ഏറ്റവും ഇഷ്ടമുള്ള ലോകം. അപ്പോൾ നിങ്ങൾക്ക് കുറേ സുഖം തരും, നിങ്ങൾക്ക് കുറേ കൺസ്യൂം ചെയ്യാനുള്ള സാധനങ്ങൾ തരും. കൺസ്യൂമറിസം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യവും. നമ്മുടെ തന്നെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നാളെ അത് മോട്ടോർ ബൈക്ക് ആക്കുകയും അത് കാറാക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സ്വപ്നം നമ്മുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത് തരും. ഇതിൻ്റെയൊക്കെ ഒരർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുതെന്ന് പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള പുസ്തകമാവണമെന്നില്ല, ഏതെങ്കിലും വഴി സൈബർ സ്പേസിലോ ഈ ബുക്കായിട്ട് വരുന്ന പുസ്തകം ഇപ്പോഴും ചിന്തയുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്, അതിനെപ്പോഴും അതായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അതിനെയാണ് ഉദ്ദീപിക്കുന്നത്, അവിടുത്തെ ഹോർമോണാണത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം കത്തിക്കുക, നിരോധിക്കുക, ഇതൊക്കെ ലോകത്ത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഒരു സെക്കൻഡ് വേൾഡ് വാർ വന്ന് യൂറോപ്പ് മുഴുവൻ തരിശുഭൂമിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള മനുഷ്യർ മുഴുവൻ ഇപ്പോൾ ഒരു വ്യക്തി യൂറോപ്പിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പരിചിത വലയത്തിലെ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ മരിച്ചു, എല്ലാവരുടെയും. അങ്ങനത്തെ ഒരു വലിയ സംഗതിയായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് വലിയ ശൂന്യത ഉണ്ടാക്കുന്നു. അഡോണോയെ പോലുള്ള ആൾക്കാർ പറയുന്നു ഓഷ്വിറ്റ്സിന് ശേഷം ഈ ആൾക്കാരെ ഹിറ്റ്ലർ കൊണ്ട് വിഷവാത കടിച്ച് കൊല്ലുന്ന ഒരു സംഗതി ഉണ്ടാവുന്നു. അപ്പോൾ മതം, ദൈവം, ഈ ആശയങ്ങളൊക്കെ അവിടെ നിർവീര്യമാക്കപ്പെടുകയാണ്, നല്ലവർ ഉയർത്തപ്പെടുന്ന പറയുന്ന ആശയം ഇല്ലാതാവുകയാണ്. അപ്പോൾ അഡോണോ പറഞ്ഞു ഇനി കവിത ഉണ്ടാവില്ല. ഈ ഓഷ്വിറ്റ്സിന് ശേഷം എങ്ങനെ കവിത എഴുതുക, ലോകത്തെപ്പറ്റി ഒരു നന്മ നമ്മളെങ്ങനെ വിചാരിക്കുന്നു എന്ന് വിചാരിക്കും, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും കവിത ഉണ്ടാവുന്നു. യൂറോപ്പിൻ്റെ യുദ്ധത്തിനെ മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്തത് അവിടുത്തെ എഴുത്തുകാരാണ്. അവിടുത്തെ എഴുത്തുകാർ ലോകത്തെമ്പാടുമുള്ള സൗഹൃദത്തെപ്പറ്റി, സാഹോദര്യത്തെപ്പറ്റി, മനുഷ്യത്വത്തെപ്പറ്റി വീണ്ടും 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 സംസാരിച്ചിട്ട് പ്രത്യാശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എപ്പോഴും പ്രത്യാശ എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം നമുക്ക് ഈ എഴുതുന്ന സമയത്ത് ഇത് വീണ്ടും വിചാരമൊന്നും ഉണ്ടാവില്ല. എല്ലാ എഴുത്തുകാരെ പറ്റിയും അതാണ്. നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാടിഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെക്കാളും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ച ഒന്നായിട്ട് കുറച്ച് നിമിഷമെങ്കിലും അനുഭവിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പേടിയാവും ചിലപ്പോൾ. ഇത് നാളെ പോലീസ് വന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഞാനും പേടിയുള്ള മനുഷ്യരാണ്. എല്ലാ മനുഷ്യരും പേടിത്തൊണ്ടന്മാരും പേടിത്തൊണ്ടികളുമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് മുതലേ പോലെയൊന്നും വലിയ കവചമൊന്നുമില്ല, അല്ലേ? നമ്മുടെ തൊലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരണ്ടിയാൽ ചോര ഒലിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ഈ മൂക്കുമ്പം 10 മിനിറ്റ് പിടിച്ചാൽ നമ്മളെല്ലാം മൃതരായിട്ട് തീരും. അങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ശാരീരിക സൃഷ്ടിയാണ് മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ദുർബലാവസ്ഥ പോലെ തന്നെ ഉള്ളിലാണ്. പക്ഷെ അതിനെ അതിജീവിക്കുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവും. ആ മൊമെൻറ്റ്സ് വ്യക്തികൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ചില സൊസൈറ്റിക്ക് ഉണ്ടാവും. ആ സൊസൈറ്റിയാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത് വേറെ ജനസിപ്പെട്ട ആൾക്കാരൊന്നുമല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. പക്ഷെ അവർക്ക് അന്ന് ഈ പറഞ്ഞ വരി നവഖലിയിൽ നിരാഹാരം ഇരുന്ന ബീബി അംതസലാം എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, 25 ദിവസം അവർ നിരാഹാരം ഇരുന്നു. 25 ദിവസം നിരാഹാരം ഇരുന്നിട്ട് ഗാന്ധി നാരങ്ങ വെള്ളം കൊടുത്ത് അവസാനിപ്പിക്കുമ്പോൾ ആ സ്ഥലത്തെ സിറണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ വർഗീയ കലാപം ശമിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ ആ പ്രദേശത്തുകാരിയൊന്നുമല്ല, ആ നാട്ടുകാരിയല്ല, അവർ മറ്റേ അറ്റത്ത് കിടക്കുന്ന പഞ്ചാബിൽ നിന്ന് വരുന്നതായി ഇന്ത്യയുടെ വീതി മുഴുവൻ ക്രോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് 25 ദിവസം നിരാഹാരം കിടന്ന് മരണത്തിൻ്റെ വക്കത്തെത്തിയിട്ട് ഒരു കലാപം ശമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി നാരങ്ങ നീര് കൊടുക്കുമ്പോൾ പറയും, എന്നെയാണ് ആൾക്കാർ മഹാത്മാവ് എന്ന് വിളിക്കുന്നത്, ഞാൻ ഒന്നല്ല, ഈ സ്ത്രീയാണ് മഹാത്മാവ്. അവരുടെ പിന്നെ ഗാന്ധിയുടെ രീതിയിൽ പറയുന്നുണ്ട്, അവരുടെ ശരീരം ചെമ്പ് പോലെ ദൃഢമാണെങ്കിലും ഹൃദയം സ്വർണം പോലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഇവർക്ക് എന്തിൻ്റെ കേടാ? അല്ല, ഇന്നത്തെ ഒരു കരിയറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ചിട്ട് എന്താണ് അവരെ ചലിപ്പിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ പിന്നിലെ ചോദന? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്നത്തെ വ്യാവസായിക മൂല്യങ്ങൾക്കപ്പുറത്തൊരു ചോദനയാണ് മനുഷ്യരെ പരസ്പരമുള്ള വലിയ തരത്തിലുള്ള
ഒരാശ്ലേഷമായി സമൂഹത്തെ മാറ്റുന്നതിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക്കുള്ളൊരു സംഗീതമുള്ള സമൂഹമാക്കി മനുഷ്യരെ മാറ്റുന്നതിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം സൂക്ഷിക്കുന്നതിലേക്ക് മനുഷ്യരെ നയിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊക്കെ ചെയ്യുന്നത് വളരെ ചെറിയ പ്രവൃത്തിയാണ് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ. PN ഗോപികൃഷ്ണൻ്റെ കവിത വായിച്ചിട്ടുള്ള ആളുകൾക്ക്, പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് സത്യത്തിൽ ഈ ചോദ്യമൊന്നും അത്ര കുറച്ചുകൂടി ആഴത്തിലാകാമായിരുന്നു, കുറച്ചുകൂടി ദൈർഘ്യമേറിയതാവായിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ ചിലപ്പോൾ മനസ്സിലുണ്ടാകാം. എന്തായാലും മൈക്ക് സദസ്സിലേക്ക് വരികയാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കാവാം. ഞാൻ വായിക്കണോ? ഞാൻ ഇപ്പോൾ എൻ്റെ ഇത് എടുത്തിട്ടില്ല. നിൻ്റെ കയ്യിലുണ്ട് വല്ലോ? ഫോണിലെടുക്കും. അപ്പോൾ കവിത എടുക്കും. ഞാൻ ഫോൺ അവിടെ വെച്ച് എനിക്ക് ഈ കാണാപ്പാടൊന്നും അറിയില്ല. അത്ര ഈ ആൾക്കാർ വിചാരിക്കും അവനവൻ്റെ സൃഷ്ടിയോട് വലിയ സ്നേഹമുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയ കവിത വരെ അവസാനം എഴുതിയ കവിത വരെ ഹൃദയസ്ഥമായി. അത് നല്ല കാര്യമാണ്, ചീത്ത കാര്യമല്ല. പക്ഷെ ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, എന്തെഴുതിയാലും ഇത് രണ്ടാമത് നോക്കാൻ പേടിയാണ്. ഒരു സന്ദർഭത്തിൽ നമ്മൾ എഴുതിയിട്ട് ഇത് വിടും, ഏതാണ്ടായി എന്ന് വിചാരിച്ച് എഴുതും. പക്ഷെ അടിച്ചു വരുമ്പോൾ ഞാൻ ഒരു സാധനവും തുറന്നു നോക്കുമല്ലോ. പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വർത്തമാനം പറഞ്ഞത് നല്ലതാണെന്നൊക്കെ പറയുമ്പോഴേ ഇത് തുറക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്വന്തം എഴുത്തിനെ അത്ര കണ്ട് പ്രേമിക്കുന്ന ഒരാളല്ല. എന്നാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്നുള്ളത് സത്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കാണാതെ അറിയില്ല, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് എടുക്കുന്നേ ഉള്ളൂ. അപ്പം ഇത് എടുത്തോ. കവിത നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോഴത്തേക്ക് ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ PNG പറയാൻ വിചാരിച്ചിട്ട് ഞാനും ചോദിക്കാത്തത് കൊണ്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയോട്ടോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കവിത ഇന്ന് ഏറ്റവും പിന്തള്ളപ്പെട്ട ഒരു സാംസ്കാരിക രൂപമാണ്. പൊതുവേ അങ്ങനെയായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഈ കവികൾക്കുള്ളൊരു വലിയ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നോവലിനെ പോലെയൊക്കെ, അതിൻ്റെ ഒരു കമേഴ്സ്യൽ ആസ്പെക്റ്റാണ്. നോവലിനെ പോലെ അല്ലെങ്കിൽ കഥകളെ പോലെ വലിയ വായിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതി. ഈ ക്ഷിപ്രത എന്ന് പറയുന്ന ഒരാശയം ആളുകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറി പറ്റിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം പങ്കുവയ്ക്കട്ടെ. ഈ എഴുത്തിന് മനുഷ്യരെ പോലെ ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. മനുഷ്യരെ സംബന്ധിച്ച് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇത്രയും തൊട്ട് ഇത്ര വരെ ജീവിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷെ എഴുത്ത് അങ്ങനെ പറ്റില്ല. കുമാരനാശാൻ്റെ കവിത ഇന്നും 100 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട കൃതികൾ മുഴുവൻ രണ്ടാമത് വായിക്കപ്പെട്ടു, രണ്ടാമത് പലതരത്തിൽ വായിക്കപ്പെടുന്നു, പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്താ അതിൻ്റെ കാരണം? ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു എനർജി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു തരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള മനുഷ്യാനുഭവങ്ങളെ കൊരുത്തു വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊരുത്തു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ക്ഷിപ്രതയോടെ അത് അംഗീകരിക്കണം. അപ്പം തന്നെ അത് മനസ്സിലായി, അപ്പം തന്നെ സൊസൈറ്റി ഏറ്റെടുത്തു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ സാഹിത്യ സംവാദങ്ങൾ എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഈ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് അംഗീകാരത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം തന്നെ അത് ഒരു സൊസൈറ്റിയിലേക്ക് എത്തണം, അംഗീകാരം കിട്ടണം. ഒരിക്കലും എഴുത്തിലേക്ക് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് കവിതയിലേക്ക് വരുന്ന ആളുകൾ, ഇത് വലിയൊരു മലകയറ്റാണ്, വലിയൊരു എവറസ്റ്റ് കയറലാണ്. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് ഈ അംഗീകരിക്കപ്പെടൽ എന്നുള്ള എൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ വിസ്ലോവ സിംബോർസ്ക 96 നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ
വലിയ കവയത്രിയാണ് അവർ. വലിയ ഇപ്പം നമുക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ എന്തൊരു കവിയാണെന്ന് തോന്നും. അവർ ഈ നോബൽ സമ്മാനം മേടിച്ച് നടത്തുന്നൊരു പ്രസംഗമുണ്ട്. അതിൽ അവർ പറയുന്നത്, ഇന്നിപ്പം എനിക്ക് നോബൽ സമ്മാനം കിട്ടി, നാളെ പേപ്പറിലൊക്കെ പേരടിച്ചു വരും, എല്ലാ ഭാഷകളിലും എൻ്റെ കൃതികൾ ചിലപ്പോൾ തർജ്ജമ ചെയ്യപ്പെടും, എൻ്റെ കൃതികൾ കുറച്ച് വിറ്റുപോകും. പക്ഷേ വൈകിട്ട് ഞാൻ ചെന്നിട്ട് ഈ പേനയും കടലാസും കൊടുത്തിട്ട് ഇത് എഴുതുമ്പോൾ കടലാസിനോട് എനിക്ക് നോബൽ സമ്മാനം കിട്ടിയടാ വാ കവിത എന്ന് പറഞ്ഞാൽ വരില്ല. ആദ്യത്തെ കവിത എഴുതുന്ന ചലഞ്ചിൽ നിൽക്കണം നമ്മൾ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഇപ്പം ഇവിടേക്ക് ഒരു മീറ്റിങ്ങിന് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സമ്മാനം മേടിക്കുമ്പോൾ രാവിലെ അതെടുത്ത് വായിച്ചു നോക്കും, ഒരു 10 പ്രാവശ്യം വായിച്ചു നോക്കും. എന്ന് പറഞ്ഞാൽ ആളുകൾ തരുന്നൊരു സ്നേഹം പലപ്പോഴും അംഗീകാരമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു തരി പോലും അത് ഈഗോ ഇഷ്ടമാവാൻ പ്രേരിപ്പിക്കുന്നതല്ല. പക്ഷെ അത് ലോകത്തിപ്പോൾ ഇതൊക്കെ ഞാൻ വലിയ പ്രതിഭയാണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ചു എന്നുള്ള തരത്തിൽ മനുഷ്യർ അഹങ്കരിക്കുന്നത് ഈ കാലത്ത് കൂടുതലാണ്. ഞാൻ ആരെങ്കിലും വ്യക്തികളെ ഒന്നുമല്ല പറയുന്നത്, മറിച്ച് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു കൊടുക്കൽ വാങ്ങലാണ്. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന വാക്കുകളാണെന്ന് പറയുന്ന ബോധ്യം എഴുത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രംഗത്ത് വളരെ വ്യാപകമായിട്ട് ഉണ്ടാകണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ തോന്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇപ്പോൾ കുമാരനാശാൻ്റെ കവിത മുഴുവൻ സ്നേഹത്തെ ഉദ്ഘോഷിക്കുകയാണ്. എന്താ കാരണം? ആ സമയത്ത് ആ സൊസൈറ്റിക്ക് ആവശ്യമായിരുന്നു. ഈ 16 കഷ്ണമായിട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സൊസൈറ്റീനെ ഒന്നിച്ച് ഇരുത്തണമെങ്കിൽ എന്ത് വേണം? തമ്മിൽ ഒട്ടിക്കുന്ന ഒരു പശ വേണം. അത് ജാതിയല്ല, പകരം സ്നേഹമാണ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരിക. അതുപോലെ സ്നേഹവും സാഹോദര്യവും കുറേയും കൂടി ലോകത്തുണ്ടാക്കുന്ന ഒരു എഴുത്ത് ലോകത്തുണ്ടായി വരുന്നുണ്ട്. അത് ശുഭോദർക്കാണ്, പലയിടത്തും അത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഗാസയിൽ ഇന്നലെ പത്രത്തിൽ 50,000 ചില്ലാൻ പേര് ഈ കുറച്ച് കാലം കൊണ്ട് മരിച്ചുപോയി. ഈ മനുഷ്യരുടെ ചോരയ്ക്ക് ഉത്തരവാദി ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഇയാളെ ഇസ്രായേൽ നെതന്യാഹുവിനെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുക ഇയാളാണ് മറ്റേന്നൊക്കെ പറയാം. പക്ഷെ ആത്യന്തികമായിട്ട് അത് മനുഷ്യകുലത്തിൻ്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങളെപ്പോഴും മനുഷ്യകുലത്തിന് നിലനിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി ആരോ ബലി കൊടുക്കപ്പെടുന്നുണ്ട്. ഒരു നിമിഷം നമ്മൾ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബലി ലോകത്ത് എവിടെയോ നടക്കുന്നുണ്ട്. ഈ കാര്യം കുറേയും കൂടി ഒരാഴത്തിന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ യുക്തിക്ക് പലപ്പോഴും ഇപ്പോൾ ഗാസയെക്കുറിച്ചൊക്കെയുള്ള ചർച്ച വരുമ്പോൾ യുക്തി അത് ഹമാസാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ചർച്ചയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ, കണ്ണ് തുറക്കുന്ന ഒരു കുട്ടിക്ക് മുകളിൽ ബോംബിടാൻ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ 21-ാം നൂറ്റാണ്ടിലാണ്, നിങ്ങളുടെ ടെക്നോളജി വലുതാണ്, നിങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി. ഇതൊക്കെ ചെയ്തിട്ട് കണ്ണ് തുറക്കുന്ന, മതം എന്തെന്നറിയാത്ത, രാജ്യം എന്തെന്നറിയാത്ത, ലോകം എന്തെന്നറിയാത്ത ഒരു കുട്ടി കണ്ണ് തുറക്കുമ്പോൾ ബോംബ് വീഴുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനെ നമ്മുടെ ടെക്നോളജിക്കൽ ക്വസ്റ്റ്യനായിട്ട് അഡ്രസ്സ് ചെയ്യണം. പുതിയ ടെക്നോളജി ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എഫർട്ട് എടുക്കുന്നു, ചർച്ച എടുക്കുന്നു. അതിനേക്കാളും വലിയ ഒരു ശ്രദ്ധ ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റിങ്ങിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനത്തിൻ്റെയും ആത്യന്തികമായ ഒരു മാനം എന്ന് പറയുന്നത്. അപ്പോൾ വെറുപ്പിനെതിരെ സ്നേഹം എന്നുള്ളതാണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട വാചകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇത് നന്ദി. ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്ന കവിതയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, 4 ദിവസങ്ങളിൽ 4 കവിത എഴുതിയാലെ ഒരു കവിതയാണ്. മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു. മതിലകം പള്ളിയിൽ നിന്ന് അറബിക്കടലിലേക്ക് കുതിക്കുന്നതിനിടയിൽ വാങ്ക് ആകാശത്തിൽ അല്പനേരം തങ്ങി നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുകളിൽ അമ്മൂമ്മ അന്നേരം നാമജപം നിർത്തും. എന്താ, പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ? പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു. എന്താ, പടച്ചോനും രാമനും തമ്മിൽ കൂട്ടിയിടിക്കുമോ? പാതി വെന്ത യുക്തിവാദി എന്ന നിലയിൽ ഞാൻ ചോദിക്കുമായിരുന്നു. തർക്കിക്കാൻ മാത്രമല്ല, അമ്മൂമ്മയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ചിരിയുടെ സുഖം കിട്ടാൻ കൂടി. ലോകം നെഞ്ചിൽ വന്നിടിക്കുന്ന കാലത്ത്, ഓരോ ഞരമ്പും പിഴുതെടുക്കുന്ന കാലത്ത്
എത്ര തുള്ളി ചോര കൊണ്ടാണ് മനുഷ്യർ നിർമ്മിക്കപ്പെട്ടതെന്ന് രോമകൂപങ്ങൾ കൊത്തി പരിശോധിക്കുന്ന കാലത്ത് അന്വേഷിക്കുന്നു, എന്തായിരുന്നു ആ ചിരിയുടെ പൊരുൾ? തിരുവണ്ണാമലയിൽ ഗുരുവിനെയും രമണ മഹർഷിയെയും അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിരുത്തിയ അതേ ഗഹന നിശബ്ദതയെ രാമനും റഹീമിനുമിടയിൽ ആവിഷ്കരിക്കുകയോ? രാമ 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 എന്ന് തിരയടിക്കുന്ന കടലിനെ പാഹിമാം എന്നടച്ചു വെച്ച് നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായി ഞങ്ങളതെൻ്റെ കുറ്റമോ എന്ന് കുമാരനാശനൊപ്പം ചേർന്ന് രാമവിചാരണ തുടങ്ങുന്ന കുസൃതിയുടെ വകഭേദമോ? ഏത് ഭാഷയിലുമുള്ള പൊതുഭാഷ മൗനമാണെന്ന തിരിച്ചറിവോ ചോദിക്കാൻ അമ്മൂമ്മയില്ല. പക്ഷേ 2024 ജനുവരി 26 ആ ചിരി ഫോട്ടോ എടുത്ത് വിടർത്തി നോക്കുമ്പോൾ എന്തൊരത്ഭുതം! അതിൽ ഞങ്ങളുടെ പൂമുഖം ഒരിടത്തരം നഗരമായിരിക്കുന്നു. പേപിടിച്ച ആൾക്കൂട്ടം അനന്തമായി ബഹളം വയ്ക്കുന്നു. അതിന് നടുവിൽ മതമസിലും അധികാരമസിലും പെരുപ്പിക്കാനുള്ളൊരു വ്യായാമശാലയെ ആരാധനാലയമെന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. വൃത്തിയില്ലാത്ത തെരുമൂലയിൽ ഒരു വൃദ്ധൻ മാത്രം ഒറ്റക്കമ്പി മൺവീണയിൽ ഏകാഗ്രമായൊരു സംഗീതം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരു അള്ളാ തേരേ നാം എന്നയാൾ വായിച്ചപ്പോൾ പെട്ടെന്ന് 2 ഇലയുള്ളൊരു പുൽക്കൊടി കഠിന നിലം പിളർന്ന് ഉയർന്നു വരുന്നു. അമ്മുമ്മ നാമജപം നിർത്തിയിരുന്നത് അഥവാ ചിരി പൊഴിച്ചിരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരു വിത്തിൽ നിന്ന് മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തിക്കീറരുത്. ഒരു വിത്തിൽ നിന്ന് മുളയെടുക്കുന്ന കതിരുകൾ പരസ്പരം കുത്തിക്കീറരുത്. ഒരേ കാലിയുടെ കൊമ്പുകൾ രണ്ടും ഏറ്റുമുട്ടരുത്. ഒരു കോശത്തെ അയൽകോശം തിന്നുന്ന അർബുദത്തിന് വഴിവെക്കരുത്. ഇന്ത്യ ഈസ് എ സെക്യുലർ റിപ്പബ്ലിക്. ഇതിലും ശക്തമായിട്ട് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്, ഇതിലും ആഴത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് കവിത എഴുതുക എന്നുള്ളതിന് മറ്റൊരു ഉത്തരവില്ല. എന്തായാലും ഇന്നത്തെ ഈ സമയം ഞങ്ങൾ PNG ആയിട്ടുള്ള സംഭാഷണം കേട്ടിരുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ്. മറ്റ് ചോദ്യങ്ങളില്ല എന്നുള്ള വിശ്വാസത്തിൽ അവസാനിപ്പിക്കുക അല്ലേ? വളരെ നന്ദി അതിര മാത്രമല്ല, ഈ സദസ്സും ഇതിനെ ഒരു ഔപചാരികമായിട്ടുള്ള സംഭാഷണം അല്ലാതാക്കി തീർത്തു. അതിന് നിങ്ങളോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. നന്ദി.